അങ്ങനെ എന്റെ ലൈഫിനെ ഒരുപാട് സ്വാധീനിച്ച ഒരു കുഞ്ഞു കഥ പറഞ്ഞോട്ടെ. അപ്പൊ ഒരിക്കലും ശ്രീബുദ്ധൻ ഇങ്ങനെ ധ്യാനത്തിലിരിക്കുകയായിരുന്നു. ശ്രീബുദ്ധൻ ധ്യാനത്തിലിരിക്കുക എന്നെ സ്വാധീനിച്ച കഥ. അപ്പോ ശ്രീബുദ്ധൻ ധ്യാനത്തിലിരിക്കുമ്പോൾ ഒരു 30 സെക്കൻഡ് അപ്പോ ശ്രീബുദ്ധൻ ഇങ്ങനെ ധ്യാനത്തിലിരിക്കുമ്പോൾ ഒരു വ്യവസായി വരുന്നു. അദ്ദേഹം വളരെ ദേഷ്യത്തോടുകൂടി ശ്രീബുദ്ധനെ ശകാരിക്കുന്നു. അപ്പോ അദ്ദേഹം പറയുന്നത് എന്റെ 2 മക്കള് അവര് വലിയ വ്യവസായികളാകേണ്ടവരാണ്, അവരെ നിങ്ങള് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് അവരെ ബുദ്ധം ശരണം ഗച്ഛാമി എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ വഴിതെറ്റി നടക്കുകയാണെന്ന് പറഞ്ഞ് ശകാരത്തോടെ ശകാരം. അപ്പൊ ബുദ്ധൻ ഇങ്ങനെ ധ്യാനത്തിൽ നിന്നിങ്ങനെ അദ്ദേഹത്തെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറെ കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഇദ്ദേഹത്തിന്റെ കോപം അടങ്ങി. അപ്പോൾ അദ്ദേഹം വിചാരിച്ചത് ഇയാളെന്തായും മിണ്ടാതിരിക്കുന്നത്. അപ്പോൾ ഒരു ശിഷ്യൻ ചോദിച്ചു അതെന്താണ്. അപ്പോൾ ശ്രീബുദ്ധൻ ഈ മനുഷ്യനോട് ചോദിച്ചു, നിങ്ങൾ ഒരാൾക്ക് ഒരു സമ്മാനം കൊടുക്കുകയാണ്, അപ്പൊ ആ സമ്മാനം കൊടുക്കുന്ന ആളത് സ്വീകരിക്കുന്നില്ല, അപ്പൊ സമ്മാനം എവിടെയാ? അപ്പോൾ തനിക്ക് അതിനുള്ള ബോധം പോലും ഇല്ലേ? ആ സമ്മാനം തന്റെ കയ്യിൽ തന്നെ ഇരിക്കും, ആ ആളിന്റെ തന്നെ കയ്യിൽ തന്നെ. അപ്പോൾ അങ്ങ് ഇത്രയും സമയം പറഞ്ഞ കാര്യങ്ങൾ ഞാൻ എടുത്തിട്ടില്ല, അത് അങ്ങയുടെ കയ്യിൽ തന്നെ ഇരിക്കുകയാണ്. അപ്പൊ ശകാരം എന്ന് പറയുന്നത് സ്വീകാര്യമല്ല, നമ്മൾ എടുക്കണ്ട. ആരും നമ്മളോട് കോപപ്പെട്ടാലും അത് നമ്മൾ എടുക്കാതിരിക്കുക. അപ്പൊ ഇത് ഒരു പരിധി വരെ എന്റെ ലൈഫിനെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്.